അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വിജ്ഞാനം ഭാഗം 2. വിജ്ഞാനമാണ് നമ്മുടെ പാഠ്യവിഷയം. അതിൽ 2ാമത്തെ ഭാഗത്തിലാണ് നാം നിലകൊള്ളുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വമൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. അവിടുന്ന് പറയുകയാണ്, ഇൽമിൻ്റെ മാർഗം, വിജ്ഞാനത്തിൻ്റെ മാർഗം സ്വീകരിക്കുന്നവൻ, അതിൻ്റെ വഴിയെ ചലിക്കുന്നവൻ, അവനക്ക് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള മാർഗം എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിൽ ആരെങ്കിലും ചെന്നെത്തിയാൽ അവർക്ക് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി, മാർഗം എളുപ്പമാക്കി കൊടുക്കും. അപ്പോൾ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? വിജ്ഞാനം പഠിക്കലാണ് മുഖ്യമായും നാം ചെയ്യേണ്ടത്. ഈ ഐഹിക ലോകത്തെ വിജയമാണെങ്കിലും ഐഹിക ലോകം കഴിഞ്ഞ് മറ്റൊരു ലോകമാണ് പാരത്രിക ലോകം. അവിടെയും നമുക്ക് വിജയിക്കേണ്ടതുണ്ട്. അതിനും ഉള്ള ഒരു മാർഗം ഏതാണ്? വിജ്ഞാനം ലഭിക്കലാണ്, ഇൽമ് ലഭിക്കലാണ്, അറിവ് ലഭിക്കലാണ്. 1ാമത്തെ ക്ലാസ്സിലൂടെ നാം പറഞ്ഞിരുന്നു, നാം പല കാര്യങ്ങൾക്കും വേണ്ടി ധാരാളം സമയങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട്. എന്നാൽ വിജ്ഞാനം പഠിക്കുവാൻ വേണ്ടി, അറിവ് നേടുവാൻ വേണ്ടി ഒരു അല്പസമയമെങ്കിലും മാറ്റിവെക്കണേ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഉള്ളത്. നമുക്ക് പല വിഷയങ്ങളിലും അറിവുണ്ട്. സ്കൂളിൻ്റെ പടിവാതിക്കൽ കാണാത്തവർ പോലും മൊബൈലിൽ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യാറുണ്ട്. അവർ ഫേസ്ബുക്ക് ഉപയോഗിക്കാറുണ്ട്, യൂട്യൂബ് കാണാറുണ്ട്. എന്നാലോ അവർ സ്കൂളിൻ്റെ പടിവാതിക്കൽ പോലും പോയിട്ടുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? അവർക്ക് ഇത് ആവശ്യമാണ്. അതുകൊണ്ട് അതിനുള്ള ഒരു ഇൽമ്, ഒരു വിജ്ഞാനം അവർ നേടി. എന്നതുപോലെ നമ്മുടെ ഈ ലോകത്തിൻ്റെയും പരലോകത്തിൻ്റെയും വിജയത്തിന് നിദാനമായിട്ടുള്ള വിജ്ഞാനം നാം കരസ്ഥമാക്കേണ്ടതാവുന്നു. ഇതാണ് പറഞ്ഞു വന്നത്. അപ്പോൾ വിജ്ഞാനത്തിൻ്റെ മാർഗം ആരെങ്കിലും സ്വീകരിച്ചാൽ അവർക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് പ്രവാചകൻ അവിടുന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിലൂടെ പറയാനുള്ളത്, വിജ്ഞാനം ഏതെല്ലാം രൂപത്തിലൂടെയാണ് നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും എന്നതാണ്. വായനയിലൂടെയാവാം, കേട്ടുപഠിക്കാം. അങ്ങനെ പല രൂപത്തിലും നമ്മൾ വിജ്ഞാനം കരസ്ഥമാക്കണം. അപ്പോൾ അതിൻ്റെ ഒരു രൂപരേഖയുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.